തആല സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകാൻ കഴിയട്ടെ. മാത്രമല്ല വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൽ ഇസ്റാഇന്റെ ഒന്നാമത്തെ സൂക്തത്തിലൂടെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. അല്ലാഹു തആല സൂറത്തുൽ ഇസ്റാഇന്റെ ഒന്നാമത്തെ ആയത്തിൽ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ. ഒരു പടച്ച തമ്പുരാന്റെ പരിശുദ്ധിയെ നാം വാഴ്ത്തുകയാണ്. അത്ഭുതമാണ്. എന്താ സംഭവം അറിയോ? അല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. രാത്രിയുടെ ഒരല്പ സമയം കൊണ്ട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹു അവന്റെ അടിമയെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹു തആല യാത്ര നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള പടച്ച റബ്ബിനെ നാം വാഴ്ത്തുകയാണ്, അവനെ സ്തുതിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ്. സത്യത്തിൽ അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്നത് പടച്ച റബ്ബിന്റെ ദർബാറിലേക്കാണ്. റസൂലുള്ളാഹി തങ്ങൾ വലിയ പ്രയാസപ്പെട്ട് വല്ലാത്ത സങ്കടപ്പെട്ട്, അതായത് മുത്തുനബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി വഫാത്തായിരിക്കുകയാണ്. നബി തങ്ങൾക്ക് താങ്ങും തണലുമായി നബി തങ്ങളുടെ കൂടെ എല്ലാ നേരത്തും ശത്രുക്കളിൽ നിന്ന് ഒരു പരിചയായി, ശത്രുക്കളിൽ നിന്ന് വലിയ കാവലൊരുക്കിയിരിക്കുന്ന അബൂ ത്വാലിബ് മരണപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ഇവർ രണ്ടുപേരും മക്കയിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഏറ്റെടുക്കും, ചേർത്ത് പിടിക്കുമെന്ന് വല്ലാതെ ആഗ്രഹിച്ച് ത്വായിഫിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് ചരിത്രത്തിൽ സമാനങ്ങളില്ലാത്ത പ്രയാസങ്ങളാണ്, മർദ്ദനങ്ങളാണ്. ഇതെല്ലാം കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് മുത്തുനബിയെ അല്ലാഹു തആല അവന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരാൾ അല്ലാഹുവിലേക്ക് ജീവനം സമർപ്പിച്ചാൽ, പടച്ച റബ്ബിനെ ഒരാൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, അല്ലാഹുവിനെ ഒരാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, തളരുന്ന നേരത്ത് പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന്. അല്ലാഹുവിനെ ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ, നാം ഒരു പ്രയാസം നേരിടുമ്പോ, ആരുമില്ലെന്ന് കരുതുമ്പോ വലിയൊരു സമാധാനത്തിന്റെ വഴി നമുക്ക് പടച്ച റബ്ബ് തുറന്നു തരുമെന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതല്ലേ പറഞ്ഞത്, ഖാനല്ലാഹു മഅ. ഒരാൾ അല്ലാഹുവിന്റെ കൂടെയായി കഴിഞ്ഞാൽ, അല്ലാഹു തആല അല്ലാഹുവിന്റെ കൂടെയായി കഴിഞ്ഞാൽ, കുൻ മഅല്ലാഹ് വ ഖാനല്ലാഹു മഅ. അല്ലാഹുവിന്റെ കൂടെ നാം ആയി കഴിഞ്ഞാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവുമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിഷയം, എന്തിനാണ് ഇങ്ങനെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അരികിലേക്ക് കൊണ്ടുപോകുന്ന നബിയെ ആദ്യമായി അല്ലാഹു തആല കൊണ്ടുപോകുന്നത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയിലേക്കാണ്. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. എന്തിനാണ് അങ്ങനെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുപോയതെന്ന് ചോദിച്ചാൽ, മഹാന്മാരെ മുഫസ്സിരീങ്ങൾ പറയുകയാണ്, ആ മസ്ജിദുൽ അഖ്സയിലേക്ക് നബി തങ്ങൾ പോകുമ്പോൾ അവിടെ കൊണ്ടുപോകാനുള്ള താല്പര്യം, നബി ആ പരിശുദ്ധ ഖുർആൻ പറയുന്നു, ബാറക്കനാ ഹൗല. അതിന്റെ ചുറ്റുഭാഗം ബറക്കത്ത് ചെയ്ത സ്ഥലമാണ് ഏത്? മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്. എന്താണ് അവിടെ ബറക്കത്ത് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ ആശയം, അതിന്റെ താല്പര്യം മഹാന്മാരെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നു. അവിടെ മുൻകഴിഞ്ഞു പോയ ധാരാളം പ്രവാചകന്മാരുടെ മഖ്ബറകൾ, അവരുടെ ഖബറുകൾ, അവരുടെ മറവ് ചെയ്ത സ്ഥലങ്ങൾ, ഒരുപാട് നബിമാർ മറവ് ചെയ്ത സ്ഥലമാണ് ഈ മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗം. അതുകൊണ്ടാണ് ബാറക്കനാ ഹൗല എന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് പരിശുദ്ധ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മഹാന്മാരുടെ മറവ് ചെയ്യപ്പെട്ട സ്ഥലം അത് വളരെ ബറക്കത്തുള്ള സ്ഥലമെന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഖുർആൻ തന്നെ നമുക്ക് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ മക്കയിലേക്ക് പോയവരാണ് അധികം ആളുകൾ. നമുക്കറിയാം, മക്കയിലേക്ക് പോകുമ്പോ പരിശുദ്ധ കഅബയുടെ മുമ്പിൽ ഒരു കല്ലുണ്ട്. അവിടെ മഖാം ഇബ്രാഹിം എന്നാണ് അതിന്റെ പേര്. വളരെ മനോഹരമായി അവിടെ നിർമ്മിച്ച, വളരെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു കല്ലാണ്. ആ മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയുടെ ഖബർ എന്നല്ല, മഖാം എന്നല്ല. ഇബ്രാഹിം നബി കഅബ പണിയുമ്പോൾ നിൽക്കാൻ ഉപയോഗിച്ച ഒരു കല്ലാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിൽക്കാൻ ഉപയോഗിച്ച ആ കല്ലിന് പോലും പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ ഇസ്ലാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഖുർആൻ പറയുന്നത്, വത്തഖദു മിൻ മഖാമി ഇബ്രാഹിം മുസല്ല. ഇബ്രാഹിം നബിയുടെ മഖാമിന്റെ അരികിൽ നിങ്ങൾ നിസ്കാര സ്ഥലമായി നിങ്ങൾ തിരഞ്ഞെടുക്കണം.
അവിടെ തവാഫ് കഴിഞ്ഞാൽ 2 റക്അത്ത് തവാഫിന്റെ 2 റക്അത്ത് അതിന്റെ പിന്നിൽ നിസ്കരിക്കൽ സുന്നത്താണെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ കുംഭുൽ ഉറൂസ് വളരെ മനോഹരമായി കഴിഞ്ഞു അല്ലെ. വളരെ പ്രൗഢിയോടെ, വളരെ ചരിത്രത്തിൽ ഇന്നവരില്ലാത്ത രീതിയിൽ എല്ലാവരും മാറ്റപ്പെടുന്ന രീതിയിൽ കഴിഞ്ഞു. നമ്മുടെ നാട്ടുകാർ നാം എല്ലാവരും അൽഹംദുലില്ലാഹ് നമ്മുടെ ഇവിടുത്തെയുള്ള ചെറുപ്പക്കാർ, മക്കൾ, കുട്ടികൾ, മുതിർന്നവർ പ്രായഭേദമില്ലാതെ എല്ലാവരും ആ ഉറൂസിന് വേണ്ടി 10 ദിവസത്തോളം സജീവമായി പാതിരാത്രികൾ ഞാനൊക്കെ പലപ്പോഴും പിന്നെ 1-2 വാനുകളൊക്കെ കഴിഞ്ഞ് 1 മണിക്കാണ് ഇവിടെ എത്തിയത്. ആ എത്തുമ്പോൾ നമ്മുടെ മക്കൾ ഉറൂസ് കഴിഞ്ഞിങ്ങനെ അവിടെ വളണ്ടിയർമാരായി 1 മണിക്കും 1:30 മണിക്കൊക്കെ ഇവിടെ വരാൻ കാണുമ്പോൾ വലിയ സന്തോഷമായി. അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും പ്രായം ചെന്നവരും ചെറുപ്പക്കാരും മക്കളും അതിനു വേണ്ടി കഷ്ടപ്പെട്ടു. അല്ലാഹു മഹാന്റെ ബറക്കത്ത് നമുക്ക് നൽകട്ടെ. ഇന്നലെ ഒരു സംസാരം നമുക്ക് കേൾക്കുകയായി. വലിയൊരു സമ്മേളനം, ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയിട്ട്, ഇവർക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു പരിപാടി മണ്ണുകുടി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. മണ്ണുംകുടി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അതിലൊരാൾ ഇങ്ങനെ വന്ന് പ്രസംഗിക്കുകയാണ്. കുംഭുൽ ഉറൂസിനെതിരെ എല്ലാ വാചകങ്ങളും വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന ഒരു സംസാരം വല്ലാത്ത വേദനയോടെ നാം കേൾക്കുകയാണ്. അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകൾക്ക് മഹാന്മാർ എന്താണെന്നോ പ്രവാചകന്മാർ എന്താണെന്നോ ഇസ്ലാമിന്റെ ഷിയാറുകൾ എന്താണെന്നോ അറിയാത്ത വിവരക്കേടുകളാണ് അത്തരം ആളുകൾ വിളിച്ചോതുന്നത് എന്ന് നാം ആദ്യം മനസ്സിലാക്കണം. ആ വണ്ടിയിൽ നാം കയറി കഴിഞ്ഞാൽ അവരെ പിന്നാലെ അറിയാണ്ടെങ്ങാനും നാം പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മിൽ ഉണ്ടാകും. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. എന്താണ് അവരവിടെ പറഞ്ഞത്? എന്താണ് അത്തരം ആളുകൾ അവിടെ പ്രസംഗിച്ച പ്രസംഗം? എന്താണ്? നമ്മുടെ വാട്സപ്പിലൂടെ, നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നാം കണ്ടതല്ലേ. അവർ പറയുകയാണ്, കുംഭുൽ ഉറൂസ് എന്ന് പറയുന്നത്, സയ്യിദ് അറബി വലിയുള്ളാഹ് എന്ന് പറയുന്നത് ഒരു സനദുമില്ലാതെ ആരാണെന്ന് പോലും അറിയാതെ ആളിങ്ങനെ വെച്ച് അവരിങ്ങനെ അവിടെ പോയി സിയാറത്ത് ചെയ്യുകയാണ്, അവിടെ ഫാത്തിഹ ഓതുകയാണ്, ഉറൂസ് കൊണ്ടാടുകയാണ് എന്നിങ്ങനെ വലിയ വായിൽ ഇങ്ങനെ വിളിച്ചോടുമ്പോ വളരെ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, കുംഭുൽ സയ്യിദ് അറബി വലിയ മാറ്റി നിർത്താൻ നമുക്ക് അത് തൽക്കാലം അവിടെ വെക്കാം. എത്രയോ ആളുകൾ മഹാന്മാരാണെന്ന് ലോകം ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ, ഞാൻ ചോദിക്കാൻ അത്തരം ആളുകൾ സയ്യിദ് മാലിക് ദിനാർ തങ്ങൾ ഉറൂസിലേക്ക് അവിടെ വന്ന് സിയാറത്ത് ചെയ്യാൻ വളരെ വ്യക്തമായ സനദുള്ളവരല്ലേ മാലിക് ദിനാർ തങ്ങൾ? അവിടെ വന്ന് ഫാത്തിഹ ഓതാൻ ഇത്തരം ആളുകൾ കടന്നു വരുമോ? സയ്യിദ് പാപ്പങ്കോയ തങ്ങളില്ലേ, എല്ലാവരും അറിയുന്ന ആളുകളല്ലേ? ആ മഖാമിൽ ഒന്ന് വന്ന് ഫാത്തിഹ ഓതാൻ സയ്യിദ് അറബി വലിയുള്ളാഹ്ക്ക് സനദില്ലെന്ന് പറയുന്നവർ, അറബി വലിയുള്ളാഹിനെ അറിയില്ലെന്ന് പറയുന്നവർ, ഏതോ കാലും കയ്യും കിട്ടിയെന്ന് ഇങ്ങനെ വളരെ മോശമായി വളരെ നീചമായി സംസാരിക്കുന്നവർ, ഇങ്ങനെ സയ്യിദ് പാപ്പങ്കോയ തങ്ങളെ അരികിൽ വന്ന് ഒരു ഫാത്തിഹ ഓതാൻ ഇത്തരം ആളുകൾ മുന്നോട്ട് വരുമോ? മുഅ്മിനീങ്ങളെ, പാപ്പങ്കോയ തങ്ങളെ എല്ലാവരും കണ്ട മഹാനല്ലേ. ഇങ്ങനെ എത്രയോ ഔലിയാക്കൾ നമ്മുടെ പരിസരം തന്നിറങ്ങുന്നുണ്ട്. സനതുള്ളവർ, നാം അറിഞ്ഞവർ, കണ്ടവർ, കേട്ടവർ, ഇവരരികിൽ വന്ന് ഒരു ഫാത്തിഹ ഓതാൻ സയ്യിദ് അറബി വലിയുള്ളാഹിന്റെ കാല് കെട്ടി കൈ കെട്ടി എന്ന് പറയുമ്പോ ഇത്തരം ഒരു ശരീരം മുഴുവനുമുള്ള ആളുകളെ ആ മഖബറിൽ വന്നൊരു ഫാത്തിഹ ഓതാൻ ഇത്തരം ആളുകൾ മുന്നോട്ട് വരുമോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങനെ മുന്നോട്ട് വരില്ല. കാരണം ഇവർക്ക് മഹാന്മാർ എന്തെന്നുള്ള ഒരു പാഠം ഇവരില്ല എന്നുള്ളതാണ്. ഇവർ ഈമാൻ നഷ്ടപ്പെട്ടു പോയത് എന്തുകൊണ്ടാ? ഇസ്ലാമിന്റെ വളരെ ബേസ് ആയിട്ടുള്ള അടിസ്ഥാനമാണ്, വളരെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വത്തിൽപ്പെട്ടതാണ് അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കുക എന്നുള്ളതാണ്. ഇത്തരം ഈ സദസ്സിൽ ഇന്നത്തെ രാവിൽ ഇത് ഹബീബായ തങ്ങൾ മിഅ്റാജ് നടത്തിയ രാവല്ലേ, ഇത് റസൂലുള്ളാഹി തങ്ങൾ ഇസ്രാ പോയ രാവല്ലേ. ഇന്നത്തെ രാവിൽ നാം ഇങ്ങനെ ഇവിടെ ഫാത്തിഹ ഓതുകയാണ്, ഇന്നത്തെ രാവിൽ നാം ഇങ്ങനെ വിളിച്ച് ഖുർആൻ ഓതുകയാണ്. ഇവിടെ സിനിമാ പാട്ടോ അല്ലെങ്കിൽ വേണ്ടുന്ന മോശമായ കാര്യങ്ങളല്ലല്ലോ ചെയ്യുന്നത്. ഇത്തരം ആളുകൾ ഇത്തരം സദസ്സിൽ ഇരിക്കോ ഇവർ? ഇത്തരം മജ്‌ലിസിൽ ഇരിക്കോ ഇവർ? ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇത് റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടോ? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ചൊരു പരിപാടി മണ്ണുകുടി ഗ്രൗണ്ടിൽ നടത്തിയല്ലേ? ഇങ്ങനെ ഒരു സമ്പ്രദായം മുസ്ലിം തങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു സമ്പ്രദായം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചിരുത്തിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം സഹാബത്ത് ചെയ്തിട്ടുണ്ടോ? തിരിച്ചു ചോദിച്ചൂടെ നമുക്ക്? അത് ചോദിക്കുമ്പോൾ അവര് എന്തൊക്കെയോ മൃദുവായിട്ടും പറഞ്ഞ് മോശം പറഞ്ഞ് എന്തൊക്കെയോ ഇങ്ങനെ ഒഴിവുകളിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ചോദിക്കുന്നെല്ലാം നമുക്ക് ചോദിക്കണ്ടേ? എന്താ ഉറൂസ് നടക്കുന്നത്? എന്താ ഉറൂസുകൾ നടക്കുന്നെന്താ? ആളുകൾ അവിടെ പോകുന്നു, ഫാത്തിഹ ഓതുന്നു. ഫാത്തിഹ ഓതുന്നു തെറ്റാണോ? യാസീൻ ഓതുന്നു തെറ്റാണോ? ദുആ ഇരിക്കുന്നത് തെറ്റാണോ?
അത് ബിദ്അത്താണോ? അത് ശിർക്കാണോ? ഇനി അതൊക്കെ ബിദ്അത്തും ശിർക്കുമാണെന്ന് പറയുന്നവരാണെങ്കിൽ എത്രയോ മഹാന്മാരായ ആളുകൾ, ഇമാം ഷാഫി തങ്ങളടക്കം എത്രയോ സ്വഹാബത്ത്, എന്തിനേറെ പറയുന്നു ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നല്ലോ ശഅബാൻ 15ന്റെ രാവ്. ശഅബാൻ 15ന്റെ രാവ് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ആയിഷ ബീവി പറയുകയാണ്, ഒരു ദിവസം ശഅബാൻ 15ന്റെ രാവ് ഹബീബുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ചാരത്തിങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ എഴുന്നേറ്റ് പോകുന്നു. ഞാൻ വിചാരിച്ചു റസൂലുള്ള മറ്റു ഭാര്യമാരുടെ അരികിലേക്ക് പോയതായിരിക്കുമെന്ന്. ഞാൻ റസൂലുള്ള അറിയാതെ മെല്ലെ റസൂലുള്ളാഹിന്റെ പിന്നാലെ ഇങ്ങനെ പോകുകയാണ്. ഞാൻ കണ്ട കാഴ്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ ജന്നത്തുൽ ബഖീ എന്ന ഖബർസ്ഥാനത്തിൽ പോയി അവിടെ മറപ്പെട്ട് കിടക്കുന്ന ആളുകളുടെ ചാരത്തിരുന്ന് റസൂലുള്ളാഹി തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കാഴ്ച, അവിടെ മറപ്പെട്ട് കിടക്കുന്ന ആ ഖബറുകളുടെ അരികിൽ പോയിരുന്ന് റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ ദുആരിക്കുന്ന കാഴ്ച, അവിടെ ചെന്ന് നിന്ന് ഖുർആൻ ഓതുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാണ്. ഇത് റസൂലുള്ളാഹി ചെയ്തിട്ടില്ലേ? സ്വഹാബത്ത് ചെയ്തിട്ടില്ലേ? മഹാന്മാർ ചെയ്തിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ കുറച്ചാളുകൾ എന്ന് പറയാണ് ഇതൊക്കെ ശിർക്കാണ്, ഇതൊക്കെ ബിദ്അത്താണ് എന്ന്. എന്നാൽ ഇവര് കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ എത്രയാണ്, ഇവരുടെ സമ്മേളനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായത്തുകൾ എത്രയാണ്. ഇതൊക്കെ ഇവർക്ക് ഹലാലാണ്. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ആരെങ്കിലും വലിയ മൈക്കയിലും വലിയ വായിലും വെച്ച് ഏത് രാജ്യക്കാരാണെങ്കിലും എത്ര വലിയ താടി വളർത്തിയവരാണെങ്കിലും അവരെന്തെങ്കിലും പറയുമ്പോ അത്തരം വഞ്ചനകളിൽ പെട്ടുപോയി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുന്ന സാഹചര്യം നമുക്കുണ്ടായിക്കൂടെ. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. ഞാൻ പറയുകയാണ് മുഅ്മിനീങ്ങളെ, ഇത്തരം ആളുകളുടെ ഒരു പ്രവർത്തനങ്ങളും അതൊക്കെ വലിയ ചിലപ്പോൾ നമുക്ക് തോന്നും ആ പറയുന്നത് ശരിയല്ലേ, ആ പറയുന്നത് സത്യമല്ലേ എന്ന് തോന്നിപ്പോകും. അതൊക്കെ ഇബ്ലീസിന്റെ വസ്വാസാണ്. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. നമുക്ക് ഏറ്റവും വലിയ മാതൃക ഒരുപാട് ഹദീസുമായിട്ട് നമുക്ക് പറയേണ്ടതില്ല, ഒരുപാട് ഹദീസുകൾ നമുക്ക് വിശദീകരിക്കേണ്ടതില്ല. നമുക്ക് മുൻകഴിഞ്ഞു പോയ ആലിമീങ്ങൾ, മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ നമുക്കറിയാലോ. എത്ര വലിയ മഹാനാണ് ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ. ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ നിരന്തരമായി കുമ്പോല് സിയാറത്ത് ചെയ്യാൻ വന്നവരല്ലേ, കുമ്പോല് സിയാറത്ത് ചെയ്യാൻ വന്നവരല്ലേ. എത്രയോ മക്ബറകൾ ശൈഖുനാ ശംസുൽ ഉലമാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മഹാന്മാരുമായി വലിയ കണക്റ്റാണ്, മഹാത്തുക്കളുമായി വലിയ അഭേദ്യ ബന്ധമാണ്. ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ വഫാത്താകുന്ന വേള നമുക്ക് കണ്ടിട്ടില്ലേ, നാം അറിഞ്ഞിട്ടില്ലേ? ഫാത്തിമ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ സുബഹി ബാങ്ക് കൊടുക്കുകയാണ്. ഹോസ്പിറ്റൽ സുഖമില്ലാതെ കിടക്കുകയാണ്, സുബഹി ബാങ്ക് കൊടുക്കുകയാണ്. തലേ ദിവസം അവിടെ പോയ ആളുകളോട് ശൈഖുന പറഞ്ഞു അത്രേ, നാളെ ഈ റൂം ഒന്ന് വൃത്തിയാക്കണം, ഞാൻ കിടക്കുന്ന എന്റെ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുന്ന ഈ റൂം ഒന്ന് വൃത്തിയാക്കണം, നാളെ ചില ആളുകൾ ഇവിടെ വരാനുണ്ട്, അതുകൊണ്ട് വൃത്തിയോടെ സൂക്ഷിക്കണം. പിറ്റേ ദിവസം സുബഹി നേരമാകുമ്പോ മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങൾ അവിടെ ആളുകളോട് പറയാണ്, നിങ്ങളൊന്ന് യാസീൻ ഓതണമെന്ന്. യാസീൻ ഓതണമെന്ന് പറയാണ്. യാസീൻ ഓതുകയാണ്. പ്രിയപ്പെട്ടവരെ, യാസീൻ ഓതി കഴിയുമ്പോ സുബഹി ബാങ്ക് വിളിക്കുകയാണ്. സുബഹി ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ജവാബ് പറഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോ അതിലും ഉറക്കെ ശൈഖുനാ തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് പിന്നെ സംസാരിക്കുന്നില്ല, പിന്നെ ശൈഖുനാക്ക് ചലനമില്ല, ഈ ലോകത്തോട് ഇവിടെ പറയുകയാണ്. ശൈഖുനാ തങ്ങൾ എത്ര കുമ്പോല് സിയാറത്ത് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ ശിർക്കായിരുന്നുവെങ്കിൽ മുത്തുമുഅ്മിനീങ്ങളെ ഇങ്ങനെ സുന്ദരമായി മരണപ്പെടാൻ ഇത് നമ്മ പറയുന്ന വാദങ്ങളല്ല. ശൈഖുനാ വഫാത്തായ പിറ്റേന്നിറങ്ങിയ മലയാള മനോരമ അടക്കമുള്ള പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പ്രഗത്ഭരായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഇതൊക്കെ ശിർക്കായിരുന്നുവെങ്കിൽ ഇത്ര നല്ല മരണം നമുക്ക് നമ്മുടെ മഹാന്മാർക്ക് വേണ്ടപ്പെട്ടവർക്ക് കിട്ടുമായിരുന്നു. എന്റെ നാട്ടിലൊരു നാടനായ മനുഷ്യരുണ്ടായിരുന്നു, വളരെ സാധുവായ മനുഷ്യനാണ്. അദ്ദേഹം മരണപ്പെടുന്നത് ഒരു മൗലിദിന്റെ സദസ്സിൽ വെച്ചാണ്. തന്റെ വീട്ടിൽ ഇങ്ങനെ മൗലിദ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു നെഞ്ഞിന് അസ്വസ്ഥത വരാൻ പോയി കിടക്കുകയാണ്. ആ മൗലിദിന്റെ സദസ്സിൽ എത്ര സുന്ദരമായ മരണമാണ്. ഇതൊക്കെ എന്തുകൊണ്ട് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ദീനുമായി ബന്ധപ്പെട്ട് ഈ മഹാന്മാരുമായി ഇത്തരം ശിആറുകളെ
ആദരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എത്രയോ ഹദീസുകൾ നമുക്ക് പറയാം, എത്രയോ ആയത്തുകൾ ഓതാം, പക്ഷേ സമയം വളരെ ചുരുങ്ങിയതായത് കൂടെ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താണ്, ഒരു കാര്യം കൂടി ഞാൻ വളരെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്താണ്. മുത്തുമുഅ്മിനീങ്ങളെ, ഇത്തരം ആളുകൾക്ക് ഓശാന പാടാൻ ആരെങ്കിലും നിൽക്കുകയാണെങ്കിൽ, ബുദ്ധിയത്തിന്റെ ആളുകളുമായി വല്ല കൂട്ടുകെട്ടും ഒരാൾ നടത്തുകയാണെങ്കിൽ, അത്തരം ആളുകൾ ഉമ്മത്തിനെ, ഈ സമുദായത്തെ വഞ്ചിക്കുകയാണ്, വലിയ വലാലത്തിലേക്ക്, പിഴവിലേക്ക് ഉമ്മത്തിനെത്തിക്കുകയാണ് എന്ന ബോധം കൂടി നാം മനസ്സിലാക്കണം. ചില ആളുകൾ ചിന്തിക്കുകയാണ്, എന്ത് ഈ സമയത്ത് നമുക്കിങ്ങനെ സുന്നത്ത് ജമാഅത്ത് പറയേണ്ട സമയമല്ല, വർഗീയത, ഫാസിസം നമ്മുടെ അടുക്കള വരെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ബിദ്അത്തിന്റെ ആളുകളെ കൂട്ടുപിടിക്കണം. മുജാഹിദുകാരെ പ്രശ്നമില്ല, ജമാഅത്തുകാരെ പ്രശ്നമില്ല, തബ്ലീഗുകാരെ പ്രശ്നമില്ല, എല്ലാ പരിപാടിക്കും കയറിച്ചല്ല. അത്തരം ആളുകൾ ആരെങ്കിലും നടത്തുന്നെങ്കിൽ മുത്തുമുഅ്മിനീങ്ങളെ വളരെ ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കണം. അത്തരം ഒരു പരിപാടിയിലേക്ക് നാം പോകുന്നതോടുകൂടെ ഉമ്മത്തിനെ, ഈ സമുദായത്തിനെ വഞ്ചിക്കുന്ന പ്രവർത്തനമാണ് അത്തരം ആളുകൾ ചെയ്യുന്നതെന്ന് ഗൗരവത്തോടെ നാം ഓർക്കണം. ഇപ്പൊ നാം SKSF-ന്റെ കീഴിൽ ആദർശ സമ്മേളനം ഇങ്ങനെ നടന്നു വരാൻ എല്ലാ ജില്ലകളും നടക്കുകയാണ്. എന്താണ് ആദർശ സമ്മേളനം എന്ന് പറഞ്ഞാൽ? സുന്നത്ത് ജമാഅത്ത് പറയുകയാണ്. അവരെ മുജാഹിദ് നമുക്കറിയാലോ, ഇന്ന് പുലർന്ന് 8 വിഭാഗം ആളുകൾ മുജാഹിദ് മാറിയിട്ടുണ്ട്. 8 വിഭാഗം വെറുതെ പറയല്ല, ഇങ്ങനെ പുലരുകയാണ് അവർ. കഷ്ടമായി പോവാണ്. എന്നിട്ട് എന്താ പറയുന്നറിയോ? ഒരു ഭാഗം ആളുകളെ മറ്റു ഭാഗമാണ് ഇസ്ലാം ഒന്ന് പുറത്താക്കാൻ അവരെ പണിയതാ. നിങ്ങൾ എടുത്തു നോക്ക്, നിങ്ങൾക്കറിയാലോ, നിങ്ങൾ യൂട്യൂബിൽ എടുത്തു നോക്കിയാൽ അറിയാം. ഒരുപാട് ആളുകൾ ഇന്ന് ഇന്നിച്ചു പോയിരിക്കുകയാണ് കൂടെ നിന്നവർ. എന്നിട്ട് അവർ പറയാണ് മറ്റു ഭാഗം ഇസ്ലാം എന്ന് പുറത്താണ്, അവരെ തൗഹീദ് ശരിയല്ല എന്നിങ്ങനെ പറയാണ്. സുബ്ഹാനല്ലാഹ്, നാം മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യകാലത്ത് അവർ പറഞ്ഞു തറാവീഹ് 8 റക്അത്താണെന്ന്. തറാവീഹ് 8 റക്അത്താണ്. ഇന്നലെ പ്രസംഗിച്ച ആ മനുഷ്യരുടെ ഇപ്പൊ പറയാണ് തറാവീഹ് 20 റക്അത്താണെന്ന്. അല്ലെ, ഇപ്പൊ പറയാണ് തറാവീഹ് 20. അപ്പൊ ഇതുവരെ 8 നിസ്കരിച്ചവർ. അല്ലാഹു കാക്കട്ടെ. ഇതാണ് അവരുടെ അവസ്ഥ, ഇതാണ് അവരുടെ അവസ്ഥ. ഏത് വിഷയത്തിലും ഈ സുന്നത്ത് ജമാഅത്ത് നാം നിൽക്കുന്ന ഈ പാത, ഏത് വിഷയം വന്നാലും പതറാതെ ഇതിന്റെ പിന്നിൽ മരിക്കുന്നത് വരെ സുന്നിയായി ജീവിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മഹാന്മാർ അങ്ങനെ ജീവിച്ചവരാണ്. അവരൊക്കെ മരണം നല്ല മരണങ്ങളായിരുന്നു. അവരെ പിന്നിൽ കൂടി നല്ലവരായി ജീവിക്കാൻ പടച്ചറപ്പ് നമുക്ക് തൗഫീഖ് തരട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാം എല്ലാവരും മുജാഹിദുമായി, ജമാഅത്തുകാരുമായി എല്ലാ ബന്ധങ്ങളും അവരെ മാറ്റി നിർത്തേണ്ടവരാണ്. അവര് വൈറസ് ആണ്. നമ്മുടെ കൂടെ അവർ കേറിയാൽ നമുക്കറിയില്ല, നമ്മെ പിഴപ്പിക്കാൻ വരെ, നമ്മെ പഴപ്പിക്കാൻ വരെ, നമ്മുടെ ഈമാൻ ചോർത്താൻ വരെ കഴിവുള്ളവരാണ് അവർ. അതുകൊണ്ട് തന്നെ പലരും പലപ്പോഴും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിനോടാണ് ചോദിച്ചത്രേ, അല്ല ഉസ്താദി മുജാഹിദെല്ലാം ഭയങ്കര കൂടുന്നുണ്ടല്ല, സുന്നത്ത് ജമാഅത്ത് ഇങ്ങനെ കുറയുന്നുണ്ടല്ലോ എന്ന്. നാട്ടിക ഉസ്താദ് പറഞ്ഞു, അസുഖമാകുമ്പോൾ പകരും. അല്ലെ, സുഖം പകരില്ല. ഒരാൾക്ക് എനിക്ക് സുഖം ഉണ്ടെങ്കിൽ അടുത്താൾക്ക് ആ സുഖം കിട്ടുമോ? പക്ഷെ എനിക്കൊരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ കൂടെ കൂടിയാൽ അയാൾക്കും എന്താവും, ചിലപ്പോ അസുഖം ഉണ്ടാവില്ല. കൊറോണ നമുക്കറിയാലോ, അല്ലെ? അതേപോലെ ഒരു വൈറസ് ആണ് ഈ ബിദ്അത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരം ആളുകളോട് കൂടലോടുകൂടെ നമ്മൾ ചിന്തിക്കൂ, നമ്മതൽ മനസ്സിലാക്കൂ. എന്റെ അയാളൊപ്പം കൂടിയാൽ അന്ന് പ്രശ്നമില്ലപ്പോ, എനിക്കൊരു കുറവുണ്ടാവില്ല. മുത്തുമുഅ്മിനീങ്ങളെ, നാം അറിയാതെ നമ്മുടെ ഈമാൻ വരെ കുറഞ്ഞു പോകും. നമ്മുടെ വിശ്വാസം ചിലപ്പോൾ നഷ്ടപ്പെട്ടു, നാം അറിയില്ല നമ്മുടെ വിശ്വാസം വരെ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്തകരണം ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകൃതമായതും. ഇപ്പൊ ചില ആളുകളെ സമസ്ത മാറ്റി നിർത്തിയിട്ടുണ്ട്, നമുക്കറിയാലോ. ചിലപ്പോ ചില ആളുകളൊക്കെ ഇതൊക്കെ ഞാൻ പറയുന്നത് നമുക്ക് മനസ്സിലാക്കണം എന്താണ് സുന്നത്ത് ജമാഅത്ത് എന്ന്. സമസ്ത മാറ്റി നിർത്തി ചില വാഫികൾ CIC വിഭാഗത്തെ എന്താണ് പ്രശ്നം എന്താണെന്നറിയോ? മിന്നാണ് ഒരു സമ്മേളനം നടത്തി എറണാകുളം ജില്ലയിൽ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആണുങ്ങളും പെണ്ണുങ്ങളും ഒരു വേദിയിലാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ തനി പകർപ്പാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞത് കൊണ്ടാണ് സമസ്തവരെ മാറ്റി നിർത്താൻ പഠിക്ക് പുറത്തു നിർത്തിയത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങളിലോടൊന്നും ഒരു നിലക്കുള്ള സഹകരണം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ചില ആളുകൾ വാഫിയിലേക്ക് കുട്ടികളെ ചേർക്കുന്ന സമയമാണ്. നമ്മുടെ വീടുകളിൽ വരും SSLC കഴിഞ്ഞവരുണ്ടോ വാഫിയിലേക്ക് ചേർക്കാൻ. ഒരു നിലക്കും അത്തരം ആളുകളിലേക്ക് ചേർത്തുകൂടാ. നിങ്ങൾക്ക് അവർ അറിയണമെങ്കിൽ നമ്മുടെ ജില്ലയിൽ അത്ര സ്ഥാപനമുണ്ട്, ഒന്ന് പോയി നടത്തിയാൽ മതി. അവരെ വേഷം, അവരെ ഹെയർ സ്റ്റൈല് ദീനുമായി ഒരു ബന്ധമില്ല. മുത്തഅല്ലിമീങ്ങളാണ്, ദീൻ പഠിക്കുന്നവരാണ്.
പഠിക്കുമ്പോൾ പോലും ദീനുമായി ബന്ധമില്ലാത്ത രീതിയിലാണ്. അള്ളാഹു നമ്മളെ സലാമത്താക്കി തരട്ടെ. നമുക്കറിയാലോ, അവര് പ്രഖ്യാപനം നടത്തി, ഇവര് ഫത്വ കൊണ്ടുവന്നത് ഞാൻ ഇൻഷുറൻസ് ഹലാലാണ് എന്ന്. ഇൻഷുറൻസ് ഹലാലാണ് മുന്നോട്ട സമ്മേളനത്തിൽ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇങ്ങനെ ധാരാളം പത്ത്. എന്നിട്ട് പറയാണ് സിനിമ കാണാൻ ഹലാലാണെന്ന രീതിയിൽ മുസൽസൽ പറഞ്ഞ സിനിമ. ഇതൊക്കെ വെറുതെ പറയില്ല, വെറുതെ ഇങ്ങനെ പടം ഇങ്ങനെ വിളിച്ചു പറയില്ല. ഞാൻ നിങ്ങൾക്ക് പരിശോധിക്കാം, വേണമെങ്കിൽ തെളിവ് കാണിച്ചു തരാം. സിനിമ കാണാൻ ഒരു ഹലാലാണെന്ന് ഫത്വ കൊടുക്കാൻ തുടങ്ങിയിരിക്കാം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതൊക്കെ കണ്ടറിഞ്ഞത് കൊണ്ടാണ് മഹാന്മാരായ സമസ്ത ആലിമീങ്ങൾ, അവര് വലിയവരാണ്, അവര് മഹത്തുക്കളാണ്, അവരെ കണ്ടറിഞ്ഞത് കൊണ്ടാണ് ഇതൊക്കെ പഠിക്ക് പുറത്ത് മാറ്റി നിർത്തിയ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് അത്തരം പ്രസ്ഥാനങ്ങളോട്, അത്തരം വിജയികളുമായി ബന്ധപ്പെടുന്ന ഒരു നിലക്കും, ഒരു കൂറും, ഒരു പ്രതിബദ്ധതയും, ഒരു നിലക്കുള്ള ഒത്തുതീർപ്പ് നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം അത് വലിയ അപകടത്തിലേക്ക് നമ്മൾ എത്തിക്കും. നമ്മുടെ മഹല്ല് കമ്മിറ്റിയിൽ, നമ്മുടെ ജമാഅത്ത് കമ്മിറ്റിയിൽ നാം ഇടപെടുന്ന രീതിയിൽ, നമ്മുടെ കൂട്ടുകെട്ടുകളിൽ നാം ഒരിക്കലും ബിദ്അത്തുമായി ഒരു നിലക്കുള്ള ബന്ധം നമുക്കുണ്ടാവാൻ പാടില്ല. കാരണം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ബിദ്അത്തുകാരെ സഹായിച്ചു കഴിഞ്ഞാൽ, ബിദ്അത്തുകളെ സഹായിച്ചു കഴിഞ്ഞാൽ, അവരെ ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ ഭവിഷ്യത്തിന് കാരണമാകും. അവരെ മേൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്നും പരിശുദ്ധ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. ഇത്രയും പറയാതിരിക്കുന്നത് ഇനിയും നമുക്ക് ഒരുപാട് പറയാം, പക്ഷേ സമയം വേറെ വൈകുന്നു. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എന്റെ മനസാക്ഷികൾ നോക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ സൂചിപ്പിച്ചത്. മഹാന്മാരുടെ തണലല്ലാതെ മുഅ്മിനീങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മഹത്തുക്കളുടെ കാവലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, ഒരാളുടെ അമൽ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അമൽ നിസ്കാരം മുമ്പ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. മഹാന്മാരുമായ സ്വഹബത്താണ്. എന്തുകൊണ്ടാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഏറ്റവും ഉന്നത പദവിയിലേക്ക് എത്തുന്നത്? നിസ്കാരം കൊണ്ടാണോ, നോമ്പ് കൊണ്ടാണോ? അല്ല. അബൂബക്കർ തങ്ങളെക്കാൾ നിസ്കരിച്ച സ്വഹാബികളുണ്ട്, നോമ്പെടുത്ത സ്വഹാബികളുണ്ട്. മുത്തനബിയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞ് ചില ആളുകൾ പോയത്രേ. നിമിത്തങ്ങൾ ഈ വിഷയം വന്ന് ആളുകളോട് പറയുമ്പോ ചില മനുഷ്യർ പോവാൻ അബൂബക്കർ തങ്ങൾ അരികിലേക്ക് എന്നിട്ട് ചോദിച്ചു, അബൂബക്കറെ ഇതാ നിന്റെ നേതാവ് പുതിയ ഒരു വാദവുമായിട്ട് വന്നിട്ടുണ്ട്. പുതിയൊരു വാദം. ഇന്നലെ പറഞ്ഞില്ലേ, കയ്യും കാലെന്ന് പറഞ്ഞില്ലേ? അയാൾ കൈ, അവരിപ്പോ പറയുന്നത് കൈ മാത്രം വെച്ചതുകൊണ്ടാണ് പ്രശ്നം അവർക്ക്. അപ്പൊ ഇടീ ശരീരം വെച്ചാൽ അവിടെ വരോ? അതുണ്ടാവില്ല. എങ്ങനെങ്കിലും ആളുകളെ പഴപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അബൂബക്കർ തങ്ങൾ അരികിലേക്ക് പോയിട്ട് ചോദിക്കാണ്, അബൂബക്കറെ നിന്റെ നേതാവ് പുതിയ വാദമായിട്ടാണ് വന്നിട്ടുള്ളത്, നീ വിശ്വസിക്കുന്നുണ്ടോ? എന്തേ? ഇതാ ഇന്നലെ ഒരു അല്പസമയം കൊണ്ട് ഫലസ്തീനിൽ പോയി, 7ാം ആകാശം പോയി, റബ്ബിനെ കണ്ട് തിരിച്ചു വന്നിട്ടുണ്ടെന്നാ ഇപ്പൊ രാവിലെ ആകുമ്പോഴെത്തിയെന്നാ പറയുന്നത്. വിശ്വസിക്കോ? അബൂബക്കർ തങ്ങൾ പറഞ്ഞു, ഒരു സംശയലേശമില്ല. അബൂബക്കർ തങ്ങൾ പറഞ്ഞു, എന്റെ നേതാവ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനത് വിശ്വസിക്കുന്നു. ഈമാൻ നമുക്ക് വേണം, ഈമാൻ നമുക്ക് വേണം. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ അതും ശരിയല്ലേ ഇതും ശരിയല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ഹൃദയങ്ങളുമായി ഒരു നിലക്കുള്ള ബന്ധം ഒരു സാഹചര്യത്തിൽ നമുക്ക് പാടില്ലാത്തതാണ്. കാരണം നാം അറിയാതെ നമ്മുടെ ഈമാൻ പിഴക്കാൻ അത് കാരണമാകും എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നാം എടുക്കണം. ഒരു സുന്നിയായി ജീവിക്കണം. നമ്മുടെ മക്കളെ സുന്നത്ത് ജമാഅത്തിൽ വളർത്തിക്കൊണ്ടുവരണം. അള്ളാഹു നമുക്കതിൽ തൗഫീഖ് തരട്ടെ. അവസാനം മരിക്കുമ്പോൾ നമ്മുടെ മഹാന്മാരൊക്കെ മരണപ്പെട്ടതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി ഖിബലക്ക് തിരിഞ്ഞു കിടന്ന്, എന്റെ ഉസ്താദുണ്ട് വന്യരായ ഫരീദ് ഉസ്താദ്, നിങ്ങൾക്ക് അതൊക്കെ അറിയില്ല, എന്റെ ഉസ്താദാണ്, എന്നെ പഠിപ്പിച്ച ഉസ്താദാണ്. ഉസ്താദ് ബദരീങ്ങളെ വിളിക്കുന്നവരാണ്. ഉസ്താദ് സിയാറത്ത് പോകുന്നത്, കൊല്ലത്തിൽ 2 സിയാറത്തുണ്ട്. ഇപ്രാവശ്യം ഞാൻ എല്ലാ വർഷവും പോകാറുണ്ട് തമിഴ്നാടൊക്കെ. ഈ പ്രാവശ്യം ഒരുപാട് ലീവാകുന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ്. പിന്നെ എല്ലാ വർഷവും 2 സിയാറത്തുണ്ട്. മഹാന്മാരുമായി ബന്ധമാണ്. എന്റെ ഉസ്താദ് മരണപ്പെടുമ്പോ എല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടാണ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയത്. അവസാനം മരിക്കുന്ന നേരത്ത് മുന്നോട്ട് വരുമ്പോൾ ഒന്ന് വീഴാൻ പോകും, ഭാര്യയെ പിടിക്കുമ്പോൾ പറഞ്ഞു, എന്നെ തൊടണ്ട, എന്റെ ഊരിന്റെ കാഠിന്യമുണ്ട്, ഇനി എനിക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ഭാര്യ പോലും മാറ്റി നിർത്തി. എന്തേ? ആ കിടത്തത്തിൽ മരണപ്പെട്ടു പോയി എന്റെ രാശേഖുന, അള്ളാഹു ദറജത്ത് കൊടുക്കട്ടെ. അവരൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ടവരായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ഒരു സംശയം നമുക്ക് വേണ്ട. മഹാന്മാരെ പിടിച്ചത് കൊണ്ട് ഒരു നഷ്ടം നമുക്കില്ല.
ലാഭമില്ല, നേട്ടമല്ലാതെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആയിലേക്ക് കടക്കുകയാണ്.